ലാൻഡ് സ്ലൈഡ് വയനാട് പോകാൻ വേണ്ടി ഞങ്ങൾക്ക് ഓർഡർ കിട്ടിയ ഉടനെ ഫസ്റ്റ് ഹിറ്റ് ചെയ്തത് വയനാട്ടിലേക്ക് ഞങ്ങളായിരുന്നു, ഞങ്ങളെ ബറ്റാലിയനായിരുന്നു. 45ഓളം സൈനികരും വാഹനങ്ങളും അതിനോട് അനുബന്ധിച്ചിട്ടുള്ള എക്യുപ്മെന്റ്സും എടുത്തിട്ടാണ് ഞങ്ങളവിടെ എത്തിയത്. അവിടെ എത്തിയാൽ നമുക്ക് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഞങ്ങളുടെ ലാംഗ്വേജ്, നമുക്ക് മലയാളത്തിൽ ലാംഗ്വേജ് ആയിരുന്നു. നമ്മൾ കൂടുതൽ ടെറിട്ടോറിയൽ ആർമി മാക്സിമം കോഴിക്കോട്, കണ്ണൂർ ഉള്ള ആൾക്കാരായിരുന്നു. അപ്പം നമുക്ക് അവിടെ ഒരു ട്രാൻസ്ലേറ്റ് ചെയ്യാൻ, അവരോട് സംസാരിക്കാനുള്ള ഒരുപാട്, അവിടുത്തെ ലോക്കൽസുമായിട്ട് നമുക്ക് സംസാരിക്കാനുള്ള ഒരുപാട് അടുപ്പങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങാൻ അവർ തയ്യാറാണ്, പക്ഷെ അവർക്ക് ലീഡ് ചെയ്യാൻ ഒരാളുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾക്ക് അതിനുള്ള ഒരു അവിടെ എത്തിയ സിറ്റുവേഷൻ. ബ്രിഡ്ജ് അവിടെ ഇല്ല, അങ്ങോട്ടേക്ക് അതൊരു വില്ലേജിന് ഒറ്റപ്പെട്ട മാതിരിയാണ് ബ്രിഡ്ജ്. അപ്പോൾ അവിടെ ബ്രിഡ്ജില്ല. അപ്പോൾ ബ്രിഡ്ജ് ക്രോസ് ചെയ്യാം എന്നൊരു വലിയൊരു വെല്ലുവിളിയായിരുന്നു. അവിടെയുള്ള ബാക്കി സോഴ്സസ് കംപ്ലീറ്റ് സ്റ്റക്കായിരിക്കുന്ന ഒരു ടൈമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അപ്രോക്സ് 12 o'clock അവിടെ എത്തി. അവിടെ എത്തിയ ഉടനെ അവിടുത്തെ സിറ്റുവേഷൻ ഒരു 2 വില്ലേജുകൾ ഇങ്ങനെ ഒഴുകി വന്നിട്ട് അവിടെ അക്കരെ കടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഞങ്ങളെ ട്രൂപ്സ് എത്രയും പെട്ടെന്ന് റെസ്ക്യൂ വഴി, റോപ്പ് വഴി റെസ്ക്യൂ ചെയ്ത് അപ്പുറം പോയി ബ്രിഡ്ജിനെ ക്രോസ് ചെയ്ത് പോയി. എന്നുവെച്ചാൽ അവിടുന്ന് 190ഓളം ജനങ്ങളെ നമ്മൾ അവിടുന്ന് റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവന്നു. അത് വലിയൊരു ചലഞ്ചാണ്. ആ സിറ്റുവേഷനിൽ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നത്. എന്ന് വെച്ചാൽ അങ്ങോട്ട് പോകാനുള്ള വഴികളില്ല, അവരൊറ്റപ്പെട്ടൊരു ദ്വീപ് അതില്. അവിടെ ഞങ്ങളതിൻ്റെ ഒരു എന്താ പറയാ, അത് ആക്ച്വൽ ഗ്രൗണ്ടിൽ TV ഒരുപാട് കണ്ടിട്ടുണ്ടാവും. ആക്ച്വൽ ഗ്രൗണ്ടിൽ നമ്മളെ കണ്ടതേ നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ അടുത്ത ദിവസം സെക്കൻഡ് ഡേ വനറാണി റിസോർട്സ്, LA റിസോർട്സ് എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ഒരു 19ഓളം ജനങ്ങൾ കുടുങ്ങി കിടക്കുമായിരുന്നു. അവർക്ക് ഇങ്ങോട്ട് വരാനുള്ള വഴിയില്ല. അവർക്ക് രണ്ടാമത്തെ ബ്രിഡ്ജ്, 2 ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് അവർക്കുണ്ട്. ആ രണ്ടാമത്തെ ബ്രിഡ്ജും കൂടി ഒഴുക്കപ്പെട്ട് പോയിട്ടില്ല, ലാൻഡ് സൈഡിൽ കംപ്ലീറ്റ് പോയത്. അപ്പോൾ അവിടത്തേക്ക് എത്തിപ്പെടാൻ ആരും പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങളെ ട്രൂപ്സിന് മെസ്സേജ് കിട്ടി. ഫോറസ്റ്റ് ഓഫീസർ മുഖാന്തരം നമുക്ക് മെസ്സേജ് കിട്ടി, ഇങ്ങനെ ഒരു 19 ആൾക്കാർ ഇന്ന സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ അവിടത്തേക്ക് ഞങ്ങൾക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഞങ്ങളടുത്തുള്ള റോപ്പുകളും മറ്റുള്ള ടെമ്പററി, നമ്മൾ അന്നേരം ലോക്കൽ റിസോഴ്സ് പറയും. അപ്പോൾ അതിലുള്ള നമുക്ക് ഈ കവുങ്ങിൻ്റെ കഷ്ണങ്ങളുണ്ട്, സിംഗിൾ കഷ്ണങ്ങൾ ഇട്ടിട്ട് അതിൻ്റെ മേലെ ഞങ്ങൾ റോപ്പ് വെച്ചിട്ട് ഞങ്ങൾ പോയി. അവരെ 19ഓളം ആൾക്കാരാണ്. TV കണ്ടിട്ടുണ്ടാവും. സെക്കൻഡ് ഡേ ഫസ്റ്റ് ടൈം ഏർലി മോർണിംഗ് ഫസ്റ്റ് ഓപ്പറേഷൻ അതായിരുന്നു. അത് വലിയൊരു റിസ്കി ഓപ്പറേഷൻ. അതായത് കാല് വെക്കുമ്പോൾ ചളികളാണ്, അത് മേലേക്കുള്ള മണ്ണുകളും ചളികളും വന്നിട്ട് ഇത്രത്തോളം മനുഷ്യനെ ഒരു കാലം വെച്ച് വേറൊരു കാലം വെക്കാൻ പറ്റുന്നില്ല. ആ ഒരു സിറ്റുവേഷൻ വെച്ചാൽ എത്രയോ വീടുകൾ, 100-300ഓളം വീടുകൾ പോയി. അതിൻ്റെ വീടിൻ്റെ സൈഡിലൂടെ നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൽ കിണറുകളുണ്ടാവും, കുളങ്ങളുണ്ടാവും, ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിലിങ്ങനെ താണു പോവാം ആൾക്കാർ. അപ്പോൾ ഞങ്ങൾ റോപ്പ് ലിങ്ക് ചെയ്ത് റോപ്പ് ചെയ്തിട്ട് ഓരോരോ സേഫ് ചെയ്ത് അതിൻ്റെ ഓരോ മരക്കഷ്ണങ്ങൾ ഇട്ടിട്ടാണ് ഞങ്ങൾ പാർ ചെയ്ത് പോയത്. അങ്ങനെയാണ് ഈ 19 പേരെ നമ്മൾ റെസ്ക്യൂ ചെയ്തത്. അതിൽ ചെറിയ 2 കുട്ടികളുണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 2 മാസമുള്ള ഒരു ചെറിയ കുട്ടി, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, റോപ്പിലൂടെ തൂക്കിക്കൊണ്ടുവരും. 2 മാസമുള്ള കുട്ടികൾ. അവരെ ആ ഒരു രക്ഷിതാക്കളുടെ ഒരു മുഖത്തുള്ളൊരു സന്തോഷം, ഇന്ത്യൻ ആർമീനെ കണ്ടുകൊണ്ടുള്ളൊരു നമുക്ക് ഭയങ്കര ഒരു അനുഭവം തന്നെയാണ്. ഈ അവസരത്തിൽ ഇവിടെ വന്നിട്ട് 2 വാക്ക് നിങ്ങളോട് സംസാരിക്കും.